ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു പുതിയ തകർപ്പൻ ഗെയിം ഇട്ടിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ ഗെയിം. ഹലോ ഫ്രണ്ട്സ്, നമ്മളെ ഗെയിം കുറേ കളിച്ചതായിരുന്നു കേസ്, പക്ഷേ നമുക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നമ്മുടെ കടയിലൊരു ഇൻവെർട്ടറി ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്, അലമാര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കസ്റ്റമറിനെ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കസ്റ്റമറിനെ വിട്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു പി സി നമ്മളെ കടയിൽ ഉണ്ടാക്കി വെച്ച് അതൊരു കസ്റ്റമർ വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയി. പക്ഷേ നമുക്ക് അന്ന് നമ്മളെവിടെ തൊട്ടാലും ആൾ കാണേണ്ടി വരും. എന്തായാലും നമ്മൾ നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത ഒരുപാട് എന്തായാലും നമുക്ക് പുതിയൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്. പുതിയ കസ്റ്റമറിനൊരു പി സി ബിൽഡ് ചെയ്യാനാണ് വന്നത്. പുതിയൊരു പി സി പുതിയ കസ്റ്റമറിനെ പുതിയ പി സി ബിൽഡ് ചെയ്ത് പറഞ്ഞു വിടാം. നമുക്ക് എന്തായാലും എന്തോ നോക്കിയാൽ മദർ ബോർഡ് AM3 ആണ് ബ്രോ പറഞ്ഞത്. മദർ ബോർഡ് AM3 പറഞ്ഞിട്ട് i4ൻ്റെ ഒരു പ്രൊസസ്സർ, ഐ4ൻ്റെ ഒരു പ്രൊസസ്സറാണ് പറഞ്ഞത്. എന്നിട്ട് റാം നമുക്ക് അതൊന്നും ബ്രോ പറയാത്തതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ബ്രോക്ക് സെറ്റാക്കി കൊടുക്കാം. ബ്രോക്ക് നമ്മളൊരു വിചാരിക്കുന്ന ലോ എൻഡ് ഡിവൈസ് ആണ് സെറ്റാക്കി കൊടുക്കുന്നത്. ബ്രോക്ക് അതൊക്കെ മതി. ഉള്ള സാമാനങ്ങളും ഇല്ലാതെ പൈസയും തരത്തില്ല ആരും. എച്ചുകളാ, അത് നേരത്തെ കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരുത്തനും മര്യാദയ്ക്ക് പൈസയും തരത്തില്ല. എന്നിട്ട് സാധനം നല്ല സെറ്റ് കൊടുക്കാൻ പോലും. എന്തായാലും ബ്രോക്ക് നമുക്ക് കുഴപ്പമില്ലാത്തൊരെണ്ണം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രൊസസ്സർ വെച്ച് അടുത്ത റാം ഇൻസ്റ്റാൾ ചെയ്യുന്നു. റാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ക്യാബിനറ്റിൽ കയറ്റി ശേഷം GPU അഥവാ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്തു. പവർ സപ്ലൈ വെച്ചു. ഹാർഡ് ഡിസ്ക് ഒരെണ്ണം വെച്ചു. ഇനി നമുക്ക് സാധനം പൊതിഞ്ഞ് കൊടുക്കാം. എന്തായാലും നമ്മളുണ്ടാക്കിയത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നതൊക്കെ ഉണ്ട്. നമുക്ക് ഡെലിവറി ചെയ്യാം. ഇപ്പം ആ ബ്രോ പറഞ്ഞ പോലെ നമ്മൾ കറക്റ്റായിട്ടാണ് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. എന്തായാലും ശരിയെന്നാ. അപ്പോൾ നമ്മൾ ബില്ലടിച്ച് കൊടുക്കുന്നുണ്ട്. ബില്ലടിച്ചിട്ട് 276 രൂപയേ ആയിട്ടുള്ളൂ. എന്തായാലും ഇതുവരെ 276 രൂപയും തന്നു ബ്രോ കടന്നു കളഞ്ഞു. നമ്മുടെ കയ്യിൽ തികച്ചൊരു 1000 രൂപ എടുക്കാനില്ലെന്ന് തോന്നുന്നു. അതായത് നമുക്ക് അടുത്തൊരു കസ്റ്റമറിന് പകരം നേരത്തെ നമ്മളൊരു സംഗതി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കടയിലൊരു PC ഉണ്ടാക്കി വെച്ചായിരുന്നു. നമുക്ക് എന്തായാലും അത് ഈ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങളിന്ന് കാണിക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു, പക്ഷെ അത് പറ്റിയില്ല, നടന്നില്ലെന്ന് പറയുമ്പം നടന്നില്ല. ഞാൻ ഇങ്ങനെ അയച്ചത് ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊരു മദർ ബോർഡ് വാങ്ങണം. അത് നമ്മുടെ കടയിലൊരു PC വാങ്ങി സെറ്റ് ചെയ്യാനാണ്. PC വാങ്ങി സെറ്റ് ചെയ്യാനല്ല, കടയിൽ വെക്കാൻ, ഇൻവെർട്ടറിയിൽ വെക്കാൻ. അപ്പോൾ ആരിലൊക്കെ വന്ന് PC വാങ്ങുക, അത് നിങ്ങളിത് കാണിക്കണമെന്നുണ്ട്. നല്ലൊരു ക്യാബിനറ്റ്, ലൈറ്റൊക്കെ മിന്നി കത്തുന്നൊരു ക്യാബിനറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ 4GB ഒരു ഗ്രാഫിക്സ് കാർഡ് കിടക്കട്ടെ. പിന്നെ പവർ സപ്ലൈ, ഹാർഡ് ഡിസ്ക് എല്ലാം നമ്മളെല്ലാം സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മദർ ബോർഡ് വെച്ചിട്ട് കോർ i4ൻ്റെ ഒരു പ്രൊസസ്സർ നമ്മളങ്ങോട്ട് നമ്മുടെ കടയിൽ വെക്കാനുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു 4GB റാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നല്ലൊരു പള്ളിപ്പെരുന്നാൾ കത്തുന്ന ഒരു ക്യാബിനറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ GPU നമ്മൾ 4GB കൂടി തന്നെയാണ് വെക്കുന്നത്. ഇനി പവർ സപ്ലൈ 550 വാൾട്ട് പവർ സപ്ലൈ വെച്ച് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ എന്തിനാണ് പിന്നെ പറയുന്നത്. എന്തായാലും നമുക്ക് സാധനം പൊതിഞ്ഞിട്ട് ഇൻവെർട്ടറിലോട്ട് വെക്കാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നങ്ങ് വാങ്ങും. ഒന്നെങ്കിൽ ഇവിടെ ക്യൂ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ വന്ന് വാങ്ങും, കാരണം അവർക്ക് ആവശ്യമുള്ളതാണോ നോക്കിയിട്ടെ. എന്തായാലും ആഡ് ഇൻവെർട്ടറിയിലോട്ട് സാധനം വെച്ചിട്ടുണ്ട്, കൊണ്ടുവന്ന് വെക്കുന്നു. ഇവിടെ എല്ലാം നിരത്തി വെക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ആരെങ്കിലും വന്ന് വാങ്ങുക, ഒരാൾ പോകുന്നുണ്ട് സാധനം വാങ്ങാൻ, ഒരാൾ നോക്കാൻ പോകുന്നുണ്ട്. ഇത് പോയി പറയാം, സാധനം എടുത്ത് നമ്മുടെ സാധനം എടുത്ത് നമ്മുടെ പീസ് എടുത്തോണ്ട് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, ബാക്കിയുള്ളവർ റിജക്റ്റ് ചെയ്ത് വിടാം. നമുക്ക് നമ്മുടെ മെയിൻ കസ്റ്റമർ കമോൺ. ഇതല്ല മെയിൻ കസ്റ്റമർ ലേഡിയാണേ. ഓക്കെ ഇതല്ലേ അത് നമ്മുടെ ക്യാബിനറ്റ് തന്നെ. നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ട്. ഇത് തന്നെ ഗേസ്, അവർ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് ഗേസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അവർ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് അവരെടുത്തത്. കാരണം
എന്തായാലും നമ്മൾ ഫസ്റ്റ് സാധനം നമ്മുടെ കടയിൽ നിന്ന് വിറ്റ് പോയിട്ടുണ്ട്. നമ്മൾ ശരിയാക്കി കൊടുത്തിരുന്ന നമ്മൾ വിറ്റ് പോയതാണ്. നല്ല സാധനം കിട്ടി, വിറ്റു, സെറ്റായി. എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് തൃപ്തിയായിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇനി നമുക്കിത് ഇത്രയും പേര് നിൽപ്പുണ്ട്. എന്നാലും ഇനി നമുക്ക് അതിനിപ്പോൾ 4-ാമത്തെ 3-ാമത്തെ പ്രാവശ്യമാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കുഴഞ്ഞു ഗൈസ്. ഈ പിന്നെ ഇതിൻ്റെ ബാക്കി എപ്പിസോഡുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും ശുഭദിനം.